എസ്തേർ അധ്യായം 7. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ രാജ്ഞിയുടെ കൂടെ വിരുന്നിനു ചെന്നു. 2-ാം ദിവസവും വീഞ്ഞു വിരുന്നിൻ്റെ സമയത്ത് രാജാവ് എസ്തേരിനോട്, എസ്തേർ രാജ്ഞിയെ, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പകുതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. അതിന് എസ്തേർ രാജ്ഞി, രാജാവേ, എന്നോട് കൃപയുണ്ടെങ്കിൽ, രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. ഞങ്ങളെ നശിപ്പിച്ചു കൊന്നു മുടിക്കുവാൻ എന്നെയും എൻ്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ. എന്നാൽ ഞങ്ങളെ വൈരിക്ക് ദാസീദാസന്മാരായി വിറ്റിരുന്നു എങ്കിൽ രാജാവിൻ്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിയില്ലെങ്കിലും ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അഹശ്വേരോശ് രാജാവ് എസ്തേർ രാജ്ഞിയോട്, അവനാര്? ഇങ്ങനെ ചെയ്യുവാൻ ധൈര്യപ്പെട്ടവൻ എവിടെ എന്ന് ചോദിച്ചു. അതിന് എസ്തേർ, വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ ഭയന്ന് വിറച്ചു. രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വിരുന്നിൽ നിന്നും എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി. എന്നാൽ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചു എന്ന് കണ്ട് ഹാമാൻ തൻ്റെ ജീവരക്ഷയ്ക്കായി എസ്തേർ രാജ്ഞിയോട് അപേക്ഷിക്കുവാൻ നിന്നു. രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും വീഞ്ഞു വിരുന്നുശാലയിലേക്ക് വന്നപ്പോൾ എസ്തേർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കിടന്നിരുന്നു. അപ്പോൾ രാജാവ്, ഇവൻ എൻ്റെ മുമ്പാകെ അരമനയിൽ വച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ നിന്ന് വീണ ഉടനെ ഭൃത്യന്മാർ ഹാമാന്റെ മുഖം മൂടി. അപ്പോൾ രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ ഒരുത്തനായ റഹ്ബൂന, ഇതാ രാജാവിൻ്റെ രക്ഷയ്ക്കായി സംസാരിച്ച മൊർദെഖായിക്ക് ഹാമാനുണ്ടാക്കിയതായി 50 മുഴ ഉയരമുള്ള കഴുമരം നിൽക്കുന്നു എന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചു. അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവിനെന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തൂക്കി. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാരകുമോ